നമസ്കാരം. ഇറാൻ്റെ അപ്രതീക്ഷിതമായ ആക്രമണത്തിന് ശക്തമായ ചെറുത്തുനിൽപ്പ് നൽകിയ ഇസ്രായേലിന് അഭിനന്ദനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഇസ്രായേലിൻ്റെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും എല്ലാം ലംഘിക്കുന്ന രീതിയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ ശക്തമായ തോതിൽ തന്നെ ചെറുത്തു നിൽക്കുന്നതിൽ ഇസ്രായേൽ വിജയിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിന് പുറത്തായിരുന്ന ജോ ബൈഡൻ അദ്ദേഹത്തിൻ്റെ സന്ദർശനം വെട്ടിച്ചുരുക്കി അടിയന്തരമായി തിരിച്ചെത്തുകയും ഉന്നത സൈനിക അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ ഏത് ഭീഷണിയെയും നേരിടാൻ തങ്ങൾ സഹായിക്കുമെന്ന് ഇസ്രായേലിന് നേരത്തെ തന്നെ അമേരിക്ക ഉറപ്പ് നൽകിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും എല്ലാം തന്നെ അമേരിക്ക ഇസ്രായേലിലേക്ക് എത്തിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഇറാൻ ആക്രമിച്ചപ്പോൾ അതിന് ചെറുത്ത് നിൽക്കാൻ ഇസ്രായേലിന് അമേരിക്കയുടെ ഈ സഹായം ഏറെ പ്രയോജനപ്പെട്ടു എന്നുള്ളത് 100% ഉറപ്പാണ്. ഇറാൻ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് എല്ലാവിധ പിന്തുണയും അറിയിക്കുകയും ശക്തമായ ചെറുത്തുനിൽപ്പിന് അമേരിക്കയുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടെ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മിക്ക ലോകരാജ്യങ്ങളും ഇറാൻ്റെ ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തി എന്നുള്ളതാണ്. പ്രധാനമായും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കാകട്ടെ ഇറാൻ്റെ ഈ ആക്രമണത്തെ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. അതുപോലെ തന്നെയാണ് ഫ്രാൻസും ജർമ്മനിയും എല്ലാം ഉൾപ്പെടുന്ന വിവിധ രാജ്യങ്ങൾ ഇറാൻ ഇത്തരത്തിൽ നടത്തിയ ആക്രമണം ശരിയായിരുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതേസമയം ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ സമിതി ഇക്കാര്യം ചർച്ച ചെയ്യണം എന്ന ആവശ്യവും ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ നേരത്തെ തന്നെ ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഫലപ്രദമായ രീതിയിൽ വിമർശിച്ചിരുന്നില്ല, അതല്ലെങ്കിൽ ഇടപെട്ടില്ല എന്ന ആരോപണം ഇസ്രായേൽ തന്നെ അന്ന് മുന്നോട്ട് വച്ചിരുന്നു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിൻ്റെ വാക്കുകൾ പലപ്പോഴും ഹമാസിനെ സഹായിക്കുന്ന തരത്തിലാണ് എന്നും നേരത്തെ പലവട്ടം ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ പെട്ടെന്നൊരു കനത്ത തിരിച്ചടി നൽകേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന വാർ ക്യാബിനറ്റിലും ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇറാൻ തൽക്കാലം പിന്മാറിയത് ഭയന്ന് തന്നെയാണെന്നും തങ്ങൾക്കൊപ്പമുള്ള വൻ ശക്തികൾ ഇറാനെ നേരിടുന്ന കാര്യത്തിൽ ഇസ്രായേലിന് പിന്തുണ നൽകും എന്ന് ഉറപ്പ് ലഭിച്ചതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇറാൻ സൈന്യം തങ്ങളുടെ ആക്രമണ തീരുമാനം പിൻവലിച്ചതെന്നും ഇസ്രായേൽ വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു ആക്രമണം ഇറാനെ കൂടുതൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ് ഇറാനിലെ പല നേതാക്കളുടെയും അഭിപ്രായം. പക്ഷേ അവിടുത്തെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനി ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങളുടെ ഡമാസ്കസിലെ കോൺസുലേറ്റിന് നേർക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകണം എന്ന അഭിപ്രായക്കാരായിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു അപ്രതീക്ഷിത ആക്രമണം അവർ ഇസ്രായേലിലേക്ക് കടന്നു കയറി നടത്തിയത്. പക്ഷേ ഒന്നും തങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇറാൻ സൈന്യത്തിന് വ്യക്തമായി കഴിഞ്ഞു. കാരണം അമേരിക്ക അവിടെ നൽകിയിരിക്കുന്ന വൻ പ്രതിരോധ സന്നാഹങ്ങൾ മാത്രമല്ല ഇസ്രായേൽ തന്നെ സ്വന്തമായിട്ടുള്ള അയൺ ഡോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരു വശത്തും ആകുമ്പോൾ ഇതൊരു വലിയ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് തന്നെ ഈ ഒരു ചർച്ച വഴിമാറുമോ എന്ന് ഇറാൻ സംശയിച്ചിരുന്നു. വെറുതെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇനി ഇറങ്ങി പുറപ്പെട്ടാൽ തങ്ങൾ ഒറ്റപ്പെടുമെന്നും ഈ രാജ്യങ്ങളെല്ലാം തന്നെ ചേർന്ന് തങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുമെന്നും ഇറാന് ഉത്തമ ബോധ്യമായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു തീരുമാനം അവരെടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അമേരിക്ക ഇപ്പോഴും ഇസ്രായേലിനോട് ഇക്കാര്യത്തിൽ ഇറാൻ്റെ വിഷയത്തിൽ ഉറച്ച നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ ഭിന്നതകൾ നിലവിലിരുന്നു എങ്കിൽ പോലും അമേരിക്ക ഇറാൻ്റെ വിഷയത്തിൽ ഇസ്രായേലിന് 100% പിന്തുണ തന്നെയാണ് നൽകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വൻതോതിലുള്ള ആയുധങ്ങളും 25ഓളം F-35 ഇനത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങളും ഇസ്രായേലിന് അമേരിക്ക നൽകിയത്.